എല്ലാവർക്കും നമസ്കാരം. ഞാനും എൻ്റെ ഇസ്രായേലിലെ ഫ്രണ്ട്സും കൂടി ഇന്നൊരു ടൂർ പോവുകയാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഡെഡ് സീ അല്ലെങ്കിൽ നമ്മുടെ ചാവുകടലിലേക്കാണ്. ഞങ്ങൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഈ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാം മരുഭൂമിയാണ്. രണ്ട് സൈഡും ഉയർന്ന മണൽത്തിട്ടകളും പാറകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് 3 മണിക്കൂറോളം യാത്രയുണ്ട് ഈ ഡെഡ് സീയിലേക്ക്. ഡെഡ് സീ ശരിക്കും ലൊക്കേറ്റ് ചെയ്യപ്പെട്ടത് ഒരു മരുഭൂമിയിലാണ്. ഇസ്രായേലിൻ്റെ സൗത്ത് സൈഡിലുള്ള ഒരു മരുഭൂമിയിലാണ് ഈ ഡെഡ് സീ ഉള്ളത്. ഞങ്ങൾ രാവിലെ ഒരു 8 മണിയോടുകൂടി ഈ ഡെഡ് സീക്ക് അടുത്തെത്തി. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഒരു സമുദ്രമാണ്, ഒരു ചെറിയ സമുദ്രമാണ് ഈ ഡെഡ് സീ. ഞാനിപ്പം എത്തിയിരിക്കുന്നത് ഡെഡ് സീയുടെ ഒരു പ്രശസ്തമായ സ്ഥലത്താണ്. ഓരോ ടൂറിസ്റ്റും യാത്രക്കാരും ഇവിടെ വരുന്നവർ ഈ ഡെഡ് സീ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിനടുത്ത് വരും. ഒരു മെമ്മറിക്ക് വേണ്ടി, ഇവിടെ വന്നു എന്നുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവരിവിടെ വന്നൊരു ഫോട്ടോയൊക്കെ എടുക്കും. മരുഭൂമിയാൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇതിന് ചുറ്റും നിറച്ചും പൂഴിയാണ്. ഡെഡ് സീ അഥവാ ചാവുകടൽ എന്നിത് അറിയപ്പെടാനുള്ള കാരണം ഈ ജലത്തിൽ ജീവനില്ല, ജീവജാലങ്ങളില്ല. അതിനുള്ള കാരണം സാധാരണ കടലിൽ കാണുന്നതിനെക്കാട്ടും 10 ഇരട്ടി ഉപ്പിൻ്റെ അംശമാണ് ഈ കടലിലുള്ളത്. അതുകൊണ്ട് ജീവന് നിലനിൽക്കാൻ സാധിക്കില്ല ഇതിനകത്ത്. ഈ നിലത്ത് പൂഴിയോടുകൂടെ വെള്ള നിറത്തിൽ കാണുന്നത് ഉപ്പാണ്. ഡെഡ് സീക്ക് അടുത്തായതുകൊണ്ട് കരയിലും ഇതിന് ഉപ്പിൻ്റെ അംശം കാണാൻ പറ്റും. ഇസ്രായേലിൻ്റെ പതാകയാണ് ഈ കാണുന്നത്. ഇതിവിടെ വെക്കാനുള്ള കാരണം ഇതൊരു അതിർത്തി പ്രദേശമാണ്. ഈ ഡെഡ് സീയുടെ മറുകരയിൽ കാണാൻ പറ്റുന്നത് ജോർദാനാണ്. ഇസ്രായേലിൻ്റെ അയൽ രാജ്യമാണ് ജോർദാൻ. ഈ നിലത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നത് ഉപ്പാണ്. ഡെഡ് സീക്ക് ചുറ്റിനും ചെറിയ ഉയർന്ന കുന്നുകളുണ്ട്. ഇതിൽ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നീലക്കടൽ, വെള്ള ഉപ്പ്, പുറകില് മണൽ കുന്നുകൾ, ഇതെല്ലാമാണ് ഡെഡ് സീയുടെ ഒരു അത്ഭുത കാഴ്ച. ഇത് മരുഭൂമിയാൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇവിടെ വീടുകളില്ല. വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽസും മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഡെഡ് സീയുടെ ചുറ്റിനുള്ള പ്രദേശത്ത് മഴയോ സാധാരണ ജലമോ ഒന്നുമില്ലാത്തൊരു കടുത്ത ഒരു വരണ്ട മണ്ണാണ്. എങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാം
പച്ചപ്പുല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ വഴികളും വിവിധ നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവുകളും ഇതെല്ലാം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയെല്ലാം. ഇത്രയും വരണ്ട ഭൂമിയിൽ ഇങ്ങനെ ഒരു ഹരിതസ്വർഗം സൃഷ്ടിച്ചെടുത്തതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ ഒരു അതുല്യമായ ജലസംരക്ഷണ സാങ്കേതിക വിദ്യയും പിന്നെ ടൂറിസം വികസനത്തിൻ്റെ ദൃഢമായ പരിശ്രമവും കാരണമാണ് ഡെഡ് സീയുടെ സമയത്ത് പോലും ഇങ്ങനെയൊരു പച്ചപ്പ് നിറഞ്ഞ സൗന്ദര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിൻ്റെ ഒരു കഴിവിൻ്റെ ഒരു തെളിവാണ്. മരുഭൂമിയിൽ ജീവൻ വിതച്ചതുപോലെയാണ് ഇവരിവിടെ ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. ഇവിടെ കുളിച്ചതിന് ശേഷം ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് അവരുടെ ശരീരത്തിൽ പതിഞ്ഞിരിക്കുന്ന ഉപ്പുവെള്ളം അത് കഴുകിക്കളയാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകർക്ക് വളരെ ഉപകാരപ്രദമായൊരു സംവിധാനം തന്നെയാണിത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ സാധാരണ ടൂറിസ്റ്റുകാർ മാത്രമല്ല, എൻ്റെ ഇസ്രായേലുള്ള ഫ്രണ്ട്സ് കൂടിയാണ്. ഇവരെല്ലാവരും വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഉപ്പിൻ്റെ സാന്ദ്രത കൂടിയതുകൊണ്ട് സാധാരണ കടലിലെ പോലെ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾ അവർ താന്നു പോകാറില്ല. ഇവിടെ കുളിക്കുന്നത് സാധാരണ വെറും ഒരു കുളിയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഇതൊരു അത്ഭുതകരമായൊരു അനുഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും. ഡെഡ് സീ ചുറ്റിനും നടന്ന് കാണാനായിട്ട് ചെറിയ വഴി സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടുത്ത സൂര്യപ്രകാശം മനുഷ്യരിൽ നേരിട്ട് ബാധിക്കാതിരിക്കാനായിട്ട് ഇതിന് മുകളിൽ ഷെയ്ഡ് ഷീറ്റുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. കുളിക്കുന്നതിന് മുൻപോ അല്ല അതിന് ശേഷമോ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഇവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ശരീരാരോഗ്യത്തിന് വളരെ സഹായമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് അവരുടെ വാഹനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അത് ഇവിടെയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇന്ന് വന്നിട്ടുള്ള വാഹനം ഈ ബസ്സാണ്. ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് വന്നവരല്ല. ഞങ്ങളുടെ കമ്പനിയുടെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന് വന്നിട്ടവരുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ കുറേ നാളായിട്ട് കുറച്ച് പേരായിട്ട് മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് വന്നു. ഇവിടെ വന്നിട്ടാണ് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നത്.
അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. മച്ചാണ് മോനെ കാര്യം ഞങ്ങൾ പല കുടുംബത്തിൽ നിന്ന് വന്ന് ഇസ്രായേലിലേക്ക് വന്നവരാണെങ്കിൽ കൂടിയും ഇവിടെ വന്നപ്പോൾ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഒരു വൈബാണ് ഇപ്പം നമുക്ക് തോന്നാറുള്ളത്. ഞാൻ ഈ കമ്പനിയിൽ ആദ്യം വരുമ്പോൾ എൻ്റെ സൂപ്പർവൈസറായിരുന്നു ഇദ്ദേഹത്തെ ഞാൻ ഒത്തിരി നാളായിട്ട് കണ്ടിട്ടില്ല. ഏകദേശം 1 വർഷത്തോളമായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് ഇവിടെ വെച്ച് കാണാനും പറ്റി. നമ്മുടെ സൗഹൃദം പുതുക്കാനും കൂടെ സാധിച്ചു.